പുതുക്കിയ മരുന്ന് വില നടപ്പാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും അവയുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് ഡ്രഗ് കൺട്രോൾ ഉദ്യോഗസ്ഥരാണ്. ഇതിനായി ജില്ലാ അടിസ്ഥാനത്തിൽ ക്രമീകരണവുമുണ്ട്. പക്ഷേ മരുന്ന് കടകളിലെ പരിശോധനകൾ കൃത്യമായ ഇടവേളകളിൽ നടക്കാറില്ലെന്നതാണ് വാസ്തവം. ആരെങ്കിലും പരാതിപ്പെട്ടാൽ മാത്രമാണ് നടപടി ഉണ്ടാവുന്നത്. പരാതിയായിട്ട് വന്നാൽ അത് അർജന്റായിട്ട് ഞങ്ങൾ നടപടിയെടുക്കും. അതിനകത്ത് ഡ്രഗ്സ് പ്രൈസ് കൺട്രോൾ ഓർഡറുണ്ട്. അതുപോലെ തന്നെ എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് EC ആക്ടിന്റെ നിയമപ്രകാരമായിട്ടുള്ള സംരക്ഷണം ഈ വ്യക്തിക്ക് കിട്ടും. കൂടിയ വിലയ്ക്ക് മരുന്നുകൾ വിൽക്കുന്നത് സംബന്ധിച്ച പരാതികൾ വളരെ അപൂർവമായാണ് റിപ്പോർട്ട് ചെയ്യപ്പെടാറുള്ളത്. പരാതിപ്പെട്ടാൽ തന്നെ നടപടിയെടുക്കാവുന്ന സംവിധാനം സംസ്ഥാനത്തുണ്ടെന്ന് മിക്ക ആളുകൾക്കും അറിയുകയുമില്ല. അതുകൊണ്ട് തന്നെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രം നടപടിയെടുക്കുകയെന്നത് ഫലപ്രദമല്ല. അവശ്യമരുന്നുകളുടെ അടിക്കടിയുള്ള വിലക്കയറ്റം മൂലം കഷ്ടപ്പെടുന്ന പൊതുജനങ്ങൾക്ക് വലിയ ആശ്വാസമാവുന്ന പദ്ധതിയാണ് ഇത്തരം നിലപാടുകൾ മൂലം താളം തെറ്റുന്നത്. ക്യാമറാമാൻ PP സലീമിനൊപ്പം സന്ധ്യ, മീഡിയ 1, കൊച്ചി.